അതിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത് 2 റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ശുചിത്വം വളരെ കൃത്യതയോടുകൂടി ഹോസ്പിറ്റലിലും സ്കൂളുകളിലും വീടുകളിലും 3 നിർബന്ധമായും അനുവർത്തിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ മീറ്റിംഗിൽ വിശദമായി ചർച്ച ചെയ്തു. അതിന്റെ ഭാഗമായി DMO അതിന്റെ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. ചൂടുവെള്ളം നിർബന്ധമായും ചൂടുവെള്ളം മാത്രമേ കഴിക്കാവൂ. ഹാൻഡ് വാഷിംഗ് 20 സെക്കൻഡ് നീളുന്നതായിട്ടുള്ള ഹാൻഡ് വാഷിംഗ് നിർബന്ധമാണ്. അങ്ങനെ തുടങ്ങി കുറച്ച് പ്രോട്ടോകോൾസ് DMO ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഈ മീറ്റിംഗിൽ പങ്കുവച്ചു. ഇത് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന പാംപ്ലെറ്റുകൾ ഇന്ന് തന്നെ പ്രിന്റ് ചെയ്ത് മുഴുവൻ സ്കൂളുകളിലും വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ വീടുകളിലേക്കും ഒക്കെ എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുള്ള പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഇന്ന് അവലോകന യോഗം നടന്നു. ആ അവലോകന യോഗത്തിൽ 2 കാര്യം തീരുമാനിച്ചു. ഒന്ന്, ഈ ഇടത്തുള്ളതായ മുഴുവൻ, ഈ ഇടത്ത് മാത്രമല്ല അനുബന്ധ കാര്യങ്ങൾ പറയാൻ, മുഴുവൻ കിണറുകൾ നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കും. ഇവിടെ മാത്രമല്ല, നൂൽപ്പുഴ, അമ്പലവയൽ, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള 3 ഇതിനോട് ചേർന്ന് നിൽക്കുന്നതായ ഇടങ്ങളിൽ ലോക്കൽ ബോഡീസിലും ഇന്ന് തന്നെ പ്രത്യേക യോഗം നടന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥന്മാരും ആരോഗ്യ പ്രവർത്തകരും ട്രൈബൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകളും ഒന്നിച്ചു ചേർന്നിട്ടുള്ള യോഗം. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് ആ പഞ്ചായത്തുകളിൽ സമാനമായിട്ടുള്ള പ്രവർത്തനം, സ്കൂൾസിന്റെ മോണിറ്ററിംഗ്, അതുപോലെ വീടുകളുടെയും ഉന്നതികളുടെയും മോണിറ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർണ്ണതോതിൽ നടത്താനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക.